തനി നാടൻ രീതിയിൽ വെറൈറ്റി പാരക്കറിയാണ്. തക്കാളി അത് എങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. അതിനൊക്കെ തേങ്ങ ചിരികിയത് അവിടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ പിറകെ നമുക്ക് മസാല ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ പിറകെ നമുക്ക് വെളിച്ചെണ്ണ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോസിലൂടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ബലപ്പെട്ടൊന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് പാരയാണ്. പാര കഴുകി വൃത്തിയാക്കി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളി ഒരു കറിയാണ്, ആരും മിസ് ചെയ്യരുത്. അപ്പം നമുക്ക് ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് മസാല വറുക്കാനാണ്. അതിനൊക്കെ എന്താ ബാക്കിൽ വേറെ നിൽപ്പുണ്ട്. മീൻ കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ചട്ടിയിലേക്ക് നമുക്ക് മസാല ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാശ്മീരി മുളകുപൊടിയാണ്, നമുക്കത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയുടെ എല്ലാ വിവരങ്ങളും ഞാൻ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി നമുക്ക് എന്താ 1 സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മസാലയുടെ വിവരങ്ങളും കൃത്യമായിട്ട് തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് സാധാ പൊടിയാണ്. അപ്പോൾ അത് നമുക്കത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്തിട്ട് നമുക്ക് ഉലുവപ്പൊടിയാണ്, അത് നമുക്കത് ഒരു 2-3 നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇത്രയും. അതൊക്കെ അടുത്തിട്ട് മഞ്ഞൾപ്പൊടിയാണ്, ചെറിയ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാല എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തീ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചാനലിലേക്ക് ഒന്ന് വരിക കേട്ടോ. ചാനലിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒത്തിരി കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പ് ചെയ്യണം. അപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് തേങ്ങയാണ്, തേങ്ങ അതായിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ കുറച്ച് മതി, 1 പിടി തേങ്ങ മതി കേട്ടോ. ചെറിയത് ഇട്ട് കൊടുക്കാം. അതുകൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊന്നും മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതുകൂടെ ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് ഇങ്ങോട്ടൊന്ന് വയ്ക്കാം. അപ്പോൾ നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ച് ഇതിൽ അരപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ്. അടുത്തത് ആ ചട്ടി നമുക്കത് ഇങ്ങോട്ടൊന്ന് മാറ്റി ഇതിലേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കത് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. ഇനി നമുക്കത് കുറച്ച് കടുക് കേട്ടോ, ഒരു 3-4 നുള്ളി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടുക കേട്ടോ. കടുക് തീർച്ചയായിട്ടും ഏതൊരു കറിയായാലും നമുക്ക് കടുക് തീർച്ചയായിട്ടും പൊട്ടിക്കാതെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വറ്റൽ മുളകാണേ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നമുക്കത് ആവശ്യത്തിന് ഒരു 3-4 ഇതൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ അടുത്തത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒരു 10-25 ഉള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് അവിടെ ഇഞ്ചിയാണ്, അതിനങ്ങനെ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എടുക്കാം. കുറച്ച് ഇഞ്ചി കേട്ടോ, ചെറിയൊരു പീസ് ഇഞ്ചി, അതിനൊക്കെ 10 വെളുത്തുള്ളി എടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുത്തായിട്ട് നമുക്കത് മിക്സിയുടെ ജാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ മറ്റത് മൂത്ത് വരും കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത് വരും. അപ്പം നമുക്കത് ഈ ജാറിലേക്ക് നമുക്കത് ഈ തേങ്ങയും അതിനൊക്കെ തന്നെ മസാലയൊക്കെ മൂപ്പിച്ച് നമുക്കത് ജാറിലേക്ക് ഇട്ട് ഒന്ന് മസാലയാക്കി അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കത് അതിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കേട്ടോ, കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് അങ്ങനെ ജസ്റ്റ് കൂടെ അടച്ചിട്ട് നമുക്കിത് മിക്സിയിലേക്ക് വെക്കണം കേട്ടോ. ഒന്ന് അടിച്ച് ഒന്ന് മസാലയാക്കി ഒന്ന് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ആ മിക്സിയിലേക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കത് ഇതിലേക്ക് നമുക്കത് പുളിവെള്ളമാണ്, കുറച്ച് പുളിവെള്ളം മതി കേട്ടോ. അതായത് ഇത്ര കാണുന്ന ഒരു 1/2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പുളിവെള്ളം മതി, അരിച്ചതാണ്. അപ്പോൾ അത് പക്കത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഉപ്പ് എപ്പോഴും ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 ചെറിയ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ അപ്പുറത്ത് നമ്മൾ ആ മസാലയും റെഡിയായി വന്നിട്ടുണ്ട്. ഇതാവുന്ന ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഈ രീതിയിലേക്ക് ഇതൊക്കെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് അരഞ്ഞ് കിട്ടുക കേട്ടോ. നല്ല രീതിയിൽ അരയണ്ട, അതങ്ങനെ ചെറുതായിട്ട് അറിയാൻ പാടില്ല, ഒരു മീഡിയം ടെസ്റ്റിലേക്ക് അരയാം കേട്ടോ. അപ്പോൾ അതായത് നമുക്കത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. വെള്ളമൊക്കെ ചേർത്ത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മീൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ തക്കാളിയൊക്കെയാണ്, പച്ചമുളകൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിക്കാനായിട്ടൊന്ന് അടയ്ക്കുക കേട്ടോ, അടച്ച് വയ്ക്കുക. ഓക്കെ, ഒന്ന് അടച്ച് അത് തിളച്ചിട്ടുണ്ട്, തന്നെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി മീനുകൾ ഓരോന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയൊരു നാടൻ കറി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കത് കാണുന്ന പോലെ തന്നെ മീൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതൊക്കെ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കാം കേട്ടോ. അതൊക്കെ സാവകാശം മീനൊന്ന് പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇളക്കിയത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് അടുത്ത ഇതിലേക്ക് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലേക്ക് നമുക്കത് ഇങ്ങനെ നമ്മളെങ്ങനെ വെട്ടി വെച്ചിരുന്നത് നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, നല്ല രസമായിരിക്കും കാണാനും. അതൊക്കെ നമുക്ക് എന്താ പറയുക, ആളിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാനും ഒക്കെ നല്ലൊരു വെറൈറ്റിയാണ്. അത് ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിലേക്ക് അതൊക്കെ മുളകും പച്ചമുളകും ഇങ്ങനെ ഒന്ന് അരിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ,
അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് അങ്ങോട്ട് അടയ്ക്കാം കേട്ടോ. അപ്പോൾ അടച്ച് നമുക്കത് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടച്ചു വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, മീനൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. യെസ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി ഒന്ന് തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. മൂട്ടിലൊന്നും പിടിക്കാതെ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അങ്ങോട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ തുറന്നിട്ട് നമുക്കതിന് അടുത്തായിട്ട് നമുക്കതിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയും അതിനങ്ങനെ കുറച്ച് കേട്ടോ, സ്വല്പം മാത്രം ഒരു എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഒരു അല്പം കേട്ടോ. ഞാനത് കാണിച്ചു തരുന്നുണ്ടേ. അത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരല്പം ഇതിൽ കാണുന്ന പോലെ കേട്ടോ, ഏകദേശം ചെറിയ സ്പൂൺ ആകുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ പോലും വേണ്ട. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ആ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതിനൊക്കെ തന്നെ നല്ലൊരു രുചിയായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്കത് ഇതിനങ്ങോട്ട് അടച്ചു വയ്ക്കാം. ഓക്കെ, മൊത്തത്തിൽ 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാവും, അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ അറിയിക്കുക. അപ്പോൾ ദേ വരുന്നുണ്ട് ഞാൻ അടുത്തൊരു കിടിലം അടിപൊളി ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.